എനിക്ക് സന്തോഷം തരുന്നത് കലയാണ്. പണിഗണമണിയുന്ന പരമേശൻ തനയന ഗണപതി തുണ ചെയ്യാൻ പ്രണമിക്കുന്നേത് സ്തുതിയ തിരുവാതിരയുടെ ഇത് വെച്ച് പെട്ടെന്ന് എടുക്കുന്ന വരത്തൻ്റെ പം കൊടുത്ത് ചാടിയ തങ്കമ്മേ ഈ പാട്ട് കൊടുത്ത് തുള്ളുന്നു. അപ്പം ഞാൻ വിചാരിച്ചേ ഇതാണോ കൈകുട്ടിക്കളി? തിരുവാതിര കൊടുക്കുന്ന പോലെ സാരി ഉടുത്ത് നല്ല എന്താ പഫ് കൈ ബ്ലൗസ് കൊടുത്ത് മുടി മടഞ്ഞിട്ട് മുല്ലപ്പൂവും വെച്ച് ശരിയായ തിരുവാതിര എന്ന് തന്നെ പറയാം. പക്ഷെ കൈകൊട്ടിക്കളി ഒരിക്കലും തിരുവാതിര അല്ല. പല സ്ഥലത്തും പല കമ്മിറ്റിക്കാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡാൻസ് ടീച്ചർ. ഞാൻ ഡാൻസ് ടീച്ചർ അല്ല. ചിലവർ പറയും ഓവർ ആക്ടിങ് ആണ് ടീച്ചർ എന്ന്. പക്ഷെ എനിക്ക് ഓവർ ആക്ടിങ് അല്ല. എനിക്ക് സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണി ജയഭാരതീൻ്റെ കണ്ണാവുന്ന പോലെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. ടീച്ചറെ ആ തെറ്റ് തിരുത്തി ഞങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചു. അത് കേൾക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികൾ കളിക്കുന്ന ഇടയിൽ എൻ്റെ മകനാണ് അമ്മ പോയിട്ട് കളിക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു വലിച്ചത്. ഞാൻ പോയി നോർമലി കളിച്ചു. പലർക്കും ഈഗോ ഉണ്ട്. ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൊന്നുമില്ല. നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ജഡ്ജ്മെൻറ്റ് ചെയ്യിക്കുന്നത്. ഞാൻ ഒരു ജഡ്ജിനെ താത്തി കെട്ടുന്നല്ല, ഒരു ജഡ്ജസിൻ്റെ അത്രയും ഞാൻ ആയിട്ടില്ല. മോള് തന്ന ആ ഒറ്റ ഒരു വർക്കിലാണ് രേണുക ടീച്ചർ ഇന്ന് എല്ലാവരും മണി ആ പാട്ട് ആ കുട്ടികളോട് നിന്ന് കളിക്കുമ്പോൾ ഞാൻ തലയാട്ടുന്ന സമയത്ത് എൻ്റെ അടുത്ത് 2 കുട്ടികൾ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു മല്ലു റാപ്പേഴ്സ് അല്ലേ, പാവം കുട്ടികളാണ്. അവരെന്നോട് അവർ ജഡ്ജസ് അല്ലായിരുന്നു. ഇന്നും എല്ലാവരുടെയും തെറ്റിദ്ധാരണ അവർ ജഡ്ജസ് ആണ്. അവർ ജഡ്ജസ് അല്ല. എനിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന് ഇപ്പോൾ ഒരു 500 രൂപയാണ് കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപ ഞാൻ ആ കുട്ടിക്ക് കൊടുക്കും. അതെനിക്ക് ശീലമുള്ള കാര്യമാണ്. പക്ഷെ അത് എല്ലാവരെയും മുന്നിൽ നിന്ന് രേണുക ടീച്ചർ കൊടുക്കുന്നു എന്നുള്ള രീതിയിലല്ല. വിളിച്ചിട്ട് നെഗറ്റീവ് കമൻ്റ് അടിച്ച ഒരു 8 ആൾ, പേര് ഞാൻ പറയില്ല, 8 പേര് എന്നെ നേരിട്ട് കണ്ടിട്ട് എന്നാ അവർ പറഞ്ഞു, ടീച്ചറെ നമ്മൾ ടീച്ചറെ ആക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇതുവരെ അയച്ച മെസ്സേജിന് പോലും ടീച്ചറെ സോറി. പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഒരിക്കലും എന്താ പറയുക, ഒരു ടീമിനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാൻ വേണ്ടി പാടില്ല. ഞാൻ അത് പരിപാടി ഒഴികെ ബാക്കി ഒരു പരിപാടികളിലും അവിടെ വന്ന ഒരു കുട്ടികൾക്കും ഒരു പ്രയാസവും അനുഭവപ്പെടാത്ത രീതിയിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഈ സാരി എടുത്ത് പോകുന്ന കൂടാതെ എനിക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ബുള്ളറ്റൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ രാത്രി സമയത്ത് ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വോയിസ് ഓഫ് കേരള പ്ലസ്. നൃത്തവേദിയിൽ പുഞ്ചിരിയാൽ കുട്ടികൾക്ക് ആത്മവിശ്വാസമേകുന്ന നൃത്ത ആസ്വാദകരുടെ പ്രിയപ്പെട്ട രേണുക ടീച്ചറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമസ്കാരം ടീച്ചർ. നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ് രേണുക ടീച്ചർ. രേണുക ടീച്ചർ എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലാത്തത് വളരെ ചുരുക്കം പേർക്ക് ഉണ്ടാവുള്ളൂ. എങ്ങനെയുണ്ട് ടീച്ചറിൻ്റെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? വളരെ സന്തോഷം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സന്തോഷം തരുന്നത് കലയാണ്. അപ്പോൾ ആ കലയെ നല്ല രീതിയിൽ എല്ലാ ജില്ലകളിലും ഏകദേശം കൈകൊട്ടിക്കളിയുമായി ബന്ധപ്പെട്ട് 14 ജില്ലകളിൽ ഒരു 12 എന്ന് പറയാം, 13 എന്ന് പറയില്ല, 12 ജില്ല കവർ ചെയ്യാൻ സാധിച്ചു. ഇതുവരെയുള്ള ഒരു പരിപാടികളിലും 2 പരിപാടി ഒഴികെ ബാക്കി ഒരു പരിപാടികളിലും അവിടെ വന്ന ഒരു കുട്ടികൾക്കും ഒരു പ്രയാസവും അനുഭവപ്പെടാത്ത രീതിയിൽ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അതിൽ അഭിമാനം തോന്നുന്നുണ്ട്. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും അറിയില്ല. രേണുക ടീച്ചർ എന്ന് പറയുമ്പോൾ കലാകാരി എന്നതിലുപരി രേണുക എന്നൊരു വ്യക്തിയുടെ ആ ഒരു വിശേഷങ്ങളൊക്കെ ഒന്ന് നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സന്തോഷം. എന്നെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ കണ്ണൂർക്കാരി, അറിയാലോ. അറിയാം. ഞാനൊരു പക്ക സ്ലാങ്ങിൽ തന്നെ മനസ്സിലാവും എന്താണ് അത്. നോർമലി എനിക്ക് ആർട്ടിഫിഷ്യലി പറയാൻ അറിയില്ല. എവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് ജഡ്ജ്മെൻ്റ് ആയാലും ശരി, ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്. ഓക്കെ, ഡാൻസ് ടീച്ചറല്ല. പല സ്ഥലത്തും പല കമ്മിറ്റിക്കാരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡാൻസ് ടീച്ചർ. ഞാൻ ഡാൻസ് ടീച്ചറല്ല. ഇനി ഈ ഇൻ്റർവ്യൂ എത്ര പേര് കാണുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാണ്, ഞാൻ ഒരിക്കലും ഡാൻസ് ടീച്ചർ എന്നുള്ള ആ ഒരു പദവി അലങ്കരിക്കുന്ന ഒരാളല്ല. ഞാൻ സ്കൂൾ ടീച്ചറാണ്. സ്കൂൾ ടീച്ചർ എന്ന് ചോദിച്ചാൽ സാധാ LPSA എന്ന് പറയും. സ്കൂൾ 1 മുതൽ 4 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപിക. സബ്ജക്റ്റ് ഞങ്ങൾ 1 to 4 ആണ്. 1 to 4 എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും എടുക്കാം. പക്ഷേ മാത്സാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള എല്ലാ സബ്ജക്റ്റും നമ്മൾ LPSA എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും കൈകാര്യം ചെയ്യണം. അറബി, ഹിന്ദി അതൊന്നുമല്ല, ബാക്കി എല്ലാ സബ്ജക്റ്റും. മെയിൻലി എന്നാലും കണക്ക് ടീച്ചർ എന്നും പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ പറയാം. ഞാൻ ട്യൂഷൻ എടുക്കും. ഇപ്പോൾ സർവീസിൽ കയറുന്നതിന് മുന്നേ ട്യൂഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. മെയിൻ എടുത്തിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷും മാത്സുമാണ്. എൻ്റെ അമ്മയും ഒരു അധ്യാപികയാണ്, റിട്ടയർഡ് അധ്യാപികയാണ്. ചേച്ചിയും ടീച്ചറാണ്. കുടുംബപരമായിട്ട് തന്നെ ടീച്ചർ ഫാമിലി എന്ന് പറയാം.
അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏത് സ്കൂൾ കയറും നമ്മളെ ക്വാളിഫിക്കേഷൻ BEdും TTC ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് കയറും എന്നുള്ള രീതി നമുക്ക് കിട്ടിയ TTC ആണ്. അപ്പോൾ TTC LP 1 to 4 വരെയുള്ള എന്നുള്ള രീതിയിൽ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നു. അങ്ങനെ പോകുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞു, സിഗ്നൽ ഇടിയുണ്ടല്ലോ. അപ്പോൾ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞു മോനുണ്ട്. അവനും അത്യാവശ്യം ഇതിനിടയിൽ ഒന്ന് സോഷ്യൽ മീഡിയ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. കലാപരമായിട്ട് തന്നെയാണ്. കലാപരമായിട്ട് കൊള്ളാം. പുലിയ സ്വന്തം മോനെ പൊന്തിച്ചു പറയുന്നതല്ല, കൊള്ളാം. അത്യാവശ്യം എന്തൊക്കെയോ കിട്ടിയിരിക്കുന്നുണ്ട്. അവനിവിടെ വരേണ്ടിയായിരുന്നു. പക്ഷേങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-3 കാര്യം ഉള്ളത് കൊണ്ട് വരാൻ ദൂരേന്ന് വന്നു. അതുകൊണ്ട് തന്നെ. പിന്നെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ എനിക്ക് എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു ടെൻഷൻ ഇല്ലായില്ല. ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്റ്റേജ് അല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ ഇടയിൽ കുഴപ്പമില്ല, തെറ്റുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഇത് നിങ്ങൾ ഏതെല്ലാം രീതിയിലാണ് കുത്തുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏത് ചോദ്യം ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില സമയത്ത് ചില വീഡിയോസ് എടുക്കുന്ന സമയത്ത് എൻ്റെ നെഗറ്റീവ് മാത്രം ഇതിനിടയിൽ ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായ ഒരു പമ്പാ ഗണപതി സോങ് കളിക്കുമ്പോൾ ഇവളാണോ ഡാൻസ് ടീച്ചർ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട്. ബാക്കി അവർക്ക് അറിയില്ല റീസൺ. അതേപോലെ അബദ്ധവശാൽ വായിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്ന് അത് കുത്തിയെടുക്കാൻ വേണ്ടി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ കരകയറ്റുന്ന കുറേ കുട്ടികളുണ്ട്. അവർ പറഞ്ഞു, ടീച്ചറെ കൂടുതലൊന്നും പറയണ്ടേ, ശരിക്കും നോക്കിയിട്ട് മാത്രമേ പറയാൻ പറ്റൂ. എനിക്കത് പറയാൻ അറിയില്ല. എന്ത് പറയുമ്പോൾ ഈ ചിരി മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ അടുത്ത് വർത്താനം പറയുമ്പോൾ ദേഷ്യപ്പെടുമ്പോൾ. പക്ഷെ അങ്ങനെ ഒരു ദേഷ്യപ്പെടേണ്ട ഒരു ഇതൊന്നും ഇതുവരെ എവിടെയൊന്നും വന്നിട്ടില്ല. ദേഷ്യപ്പെടാത്തൊന്നും പറയില്ല, ദേഷ്യപ്പെടും. പക്ഷെ അത് സൗണ്ട് അതിലും ഒരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കാന്ന് വിശ്വസിക്കുന്നു. ചിലപ്പോൾ സൗണ്ട് ഒച്ചത്തിൽ കൂട്ടും. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, നേരത്തെ മോള് ചോദിച്ചു ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുന്നേ, ടീച്ചർ ഡാൻസ് ടീച്ചറാണോ പാട്ടാണോ എന്ന് ചോദിച്ചു. ഇതിലുപരി എനിക്ക് ഇഷ്ടമുള്ളൊരു സംഭവമുണ്ട്, മോണാക്ട്, അഭിനയം. ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു 5 വർഷം നീലേശ്വരം ശശിമാഷിൻ്റെ കീഴിൽ മോണാക്ട് പഠിച്ച് സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. LP സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല. UP ഹൈസ്കൂള് TTC ഇതിലൊക്കെ മോണാക്ടിന് വിന്നറായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒത്തിരി സൗണ്ട് എടുക്കേണ്ടി വരും, പല ഡിഫറെൻറ്റ് സൗണ്ട് എടുക്കേണ്ടി വരും. അപ്പോൾ അതിനുശേഷം എനിക്ക് സൗണ്ട് കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നടാ നല്ല അടിപൊളി, ഇപ്പോൾ സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓടിപ്പോകും. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്, എനിക്ക് നിയന്ത്രണം കിട്ടില്ല. അപ്പോൾ കുട്ടികളുടെ അടുത്തും ദേഷ്യപ്പെടുമ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ നോട്ടത്തിലും ഒരു കണ്ണിനും സൗണ്ടിലും എന്തോ ഒരു ഇതുണ്ട്. അതിലല്ലാതെ നാട്യം. ചിലവർ പറയും ഓവർ ആക്ടിങ് ആണ് ടീച്ചർ എന്ന്. പക്ഷെ എനിക്ക് ഓവർ ആക്ടിങ് അല്ല. എനിക്ക് സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണ് ഈ ജയഭാരതിൻ്റെ കണ്ണാവുന്ന പോലെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അത് ചിലവർ പറയും ഡ്രാമ കളിക്കും. ഡ്രാമയല്ല, അതെനിക്ക് അങ്ങനെയാണ് എൻ്റെ കണ്ണ്. അതിപ്പോൾ എനിക്ക് കുത്തിച്ചോന്ന് മാറ്റാൻ പറ്റൂല. അതേപോലെ എന്ത് പറയുമ്പോൾ മുഖത്തൊരു അഭിനയം വരുന്നുണ്ട്, കൈയിനെ കൊണ്ട് ചലനവും വരുന്നുണ്ട്. എൻ്റെ കൈ ഒരാൾ വന്ന് പിടിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് കൈ നമുക്ക് എന്നാൽ മാത്രമേ. പിന്നെ നമ്മൾ പറയില്ലേ, ചിലവർക്ക് ഓരോരോ പ്ലസ് പോയിന്റ് എന്ന് പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എൻ്റെ ചിരിയും ഞാൻ ഈ സംസാരിക്കുന്നതാണ് എന്ന് എന്നെ അറിയുന്നവർക്കറിയാം. അറിയാത്തവരും പിന്നെ അതുപോലെ കലയോടുള്ള ഒരു ഡെഡിക്കേഷനും തീർച്ചയായിട്ടും അത് എല്ലാവർക്കും പറഞ്ഞും കൊടുക്കുന്ന ടീച്ചറിന്റെ ഒരു ക്വാളിറ്റി. ഇപ്പോൾ പേഴ്സണലി എനിക്ക് തോന്നിയത് അത് കമന്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമല്ലോ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട്, അത് ഇത്ര സ്വീറ്റ് ആയിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്കത് കറക്റ്റ്ലി അത് ആർക്കും വിഷമില്ലാത്ത രീതിക്ക് ഇപ്പോൾ ഒരു 20 പേരുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരാൾക്ക് ഫസ്റ്റ് കൊടുക്കും. പക്ഷെ ആ 20 പേരും വിന്നേഴ്സ് ആണെന്നുള്ള രീതിക്കാണ് ടീച്ചർ ഓരോരുത്തരും പറഞ്ഞത്. ശരിയാ മോളിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത്, ഞാൻ മലബാർ ഏരിയയിൽ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അതായത് കാസർഗോഡ്, കണ്ണൂരൊക്കെ നിരവധി വേദികളിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയൊന്നും സോഷ്യൽ മീഡിയ ഇല്ല. ജസ്റ്റ് ഫോട്ടോ എടുക്കുക, ഇടുകയുള്ളൂ. പക്ഷേ ഞാൻ തിരുവനന്തപുരം സൈഡിൽ ഒരു ബിജുലാൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സർഗ്ഗകേരളി, അതിൻ്റെ സ്ഥലത്തിൻ്റെ പേരെനിക്ക് ഓർമ്മ കിട്ടില്ല, അവിടെ എന്നെ അദ്ദേഹം വിളിച്ചു. മിലിറ്ററിയാണ്. അരുണേട്ടനും അതുപോലെ ബിജുലാലേട്ടനും അവർ ഒരു പരിപാടിക്ക് എന്നെ വിളിച്ച്, ആദ്യമായിട്ടുള്ള പരിപാടി. അവിടെ പോയ സമയത്ത് ഏകദേശം കുറച്ച് ഏകദേശം കുറേ ഉണ്ട്, 27ഓളം ടീമുകളോളം ഉണ്ട് ആദ്യമായിട്ടുള്ള എൻ്റെ എൻട്രി. അപ്പോൾ അന്ന് നറുക്കിട്ടിട്ട്, അതായത് ജഡ്ജ്മെൻറ്റ് 5 ജഡ്ജസാണ്. എന്തിനീ 5 ജഡ്ജസ് എന്ന് എനിക്കറിയില്ല, ഞാനിതൊരു 5 ജഡ്ജസ്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വേണം ടീച്ചറെ, ഇവിടുത്തെ കാര്യം ടീച്ചർക്ക് അറിയില്ലല്ലോ, ടീച്ചറും ഫസ്റ്റ് എൻട്രി അല്ലേ. പക്ഷേ എൻ്റെ ഫസ്റ്റ് എൻട്രി അല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നേരം ഇത്ര ക്ലിക്കായിട്ടില്ല.
ഈ കൈകുട്ടി കളി വലിയ രീതിയിൽ എന്നുള്ള രീതിയിലില്ല, വളരെ ചെറിയ രീതിയിൽ. അപ്പോൾ ഒരു ജഡ്ജായി പോന്നു, പ്രതിഫലം എന്നുള്ള രീതിയിലൊന്നല്ല, പോന്നു, വേഗം മാർക്ക് ഇടുന്നു, പോന്നു, ഒറ്റ തവണ. അതിനുശേഷം ചെയ്തില്ല, പിന്നെയുള്ള ഒരു എൻട്രി. അപ്പോൾ ആ എൻട്രിയിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് മാർക്കിട്ടു, അവിടെ ഇട്ടു. ജഡ്ജസ് തമ്മിൽ സംസാരമൊന്നുമില്ല. കഴിഞ്ഞതിന് ശേഷം അവർ ടാലി ചെയ്യുന്നു. ടാലി ചെയ്യുന്ന സമയത്ത് ആ സാറ് പറഞ്ഞു, ടീച്ചറെ ഒരു 2 സ്റ്റെപ്പ് ചെയ്യുന്നോ, കാരണം അദ്ദേഹം വീഡിയോ എൻ്റെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട. അപ്പോൾ അവിടെയുള്ള കലിയുക എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. കാരണം എനിക്ക് എല്ലാ ടീമുമായിട്ട് ഞാൻ കോണ്ടാക്റ്റ് ഉണ്ട്. എനിക്ക് വലിയ എനിക്ക് ഇന്ന ടീമിനെ അറിയില്ല എന്നൊന്നുമില്ല. എല്ലാ ടീമുമായിട്ട് ഇത് എവിടെ പ്രചരിപ്പിച്ച് കഴിഞ്ഞാലും എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. കാരണം എല്ലാ ടീമിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, മക്കളെ എൻ്റെ ഇൻസ്റ്റ ID ഈ ഒറ്റ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്കതിൽ മെസ്സേജ് ചെയ്യും. പക്ഷേങ്കിൽ എപ്പോഴും എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ കണ്ടാൽ കൃത്യമായ ഉത്തരം എനിക്കറിയുന്നത് ഞാൻ മക്കൾക്ക് പങ്കുവെച്ച് തരും. പക്ഷേ ടീമിൻ്റെ പേര് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഫോട്ടോ എടുത്ത് വിട്ട് തരിക, അപ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും അവരുടെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ടീച്ചർ വരുന്നുണ്ടോ, ഞങ്ങൾക്ക് ഫസ്റ്റ് തരണേ എന്നല്ല, അവരെ ഡൗട്ട് ചോദിക്കുകയും ചെയ്യും. ഞാനില്ലാത്ത സ്ഥലത്തും ടീച്ചറെ ആ തെറ്റ് തിരുത്തി ഞങ്ങൾക്ക് ഫസ്റ്റ് അടിച്ചു. അത് കേൾക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അത് നേടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നത്. അതെനിക്ക് 100% ഒരു ഇന്ന് ഞാൻ കണ്ടില്ല 100 കലിയുക ടീം ട്രിവാൻഡ്രത്തുള്ള ആ ടീമാണ് ഞാൻ ആദ്യമായിട്ട് ട്രിവാൻഡ്രത്ത് വന്നിട്ട് അവരുടെ കൂടെ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ സാറ് പറഞ്ഞു, ഒരു പെർഫോമൻസ് ടീച്ചറെ ഒന്ന് അയക്കുമെന്ന്. ശരി എന്ന് പറഞ്ഞ് ഒരു പാട്ടിട്ടു. ആ കുട്ടികൾ കളിക്കുന്ന ഇടയിൽ എൻ്റെ മകനാണ് അമ്മ പോയിട്ട് കളിക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചു വലിച്ചത്. ഞാൻ പോയി നോർമലി കളിച്ചു നോക്കുമ്പോഴത്തേക്ക് അതെല്ലാവർക്കും ഇഷ്ടമായി. അതിനുശേഷം വിളിക്കുന്നു, ചെയ്യുന്നു. പലർക്കും ഈഗോ ഉണ്ട്. പക്ഷെ അതിനുശേഷം കുറേ ജഡ്ജസ്, ഞാൻ ഒരു ജഡ്ജിനെയും താത്തി കിട്ടുന്നില്ല, കുറേ ജഡ്ജസ് അതിനുശേഷം ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ പുഞ്ചിരിച്ച് കണ്ടു. ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ചിരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കൊന്നുമില്ല. നമ്മൾ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ജഡ്ജ്മെൻറ്റ് ചെയ്യിക്കുന്നത്. ഞാൻ ഒരു ജഡ്ജിനെ താത്തി കെട്ടുന്നല്ല, ഒരു ജഡ്ജസിൻ്റെ അത്രയും ഞാൻ ആയിട്ടില്ല. എന്നാൽ പോലും കൈകൊട്ടിക്കളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാത്രി സമയത്താണ് കൂടുതലും കൈകൊട്ടിക്കളി നടക്കുന്നത്. അപ്പോൾ അത് മാത്രമല്ല, എല്ലാ ആണ് പെണ്ണ് അതുപോലെ കുട്ടി വലിയവർ ഇങ്ങനെയൊന്നുമില്ല. അപ്പോൾ എല്ലാവരും കൂടി കളിക്കുന്നിടത്ത് ഒരു ജഡ്ജ് പോയി മസിലും പിടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് നീ പോണേ എന്ന് പറഞ്ഞിട്ട് പോകുന്നതിനെക്കാട്ടും നല്ലത് അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചിരിച്ച്, ഒരു കുട്ടിക്ക് ബുദ്ധിമുട്ട് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എല്ലാ കാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, നേരെ വേദിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കൂളായി കഴിഞ്ഞാൽ അവർ കുറച്ചും കൂടി റിലാക്സ് ആവും. നെക്സ്റ്റ് ടൈമിൽ കുറച്ചും കൂടി അവരെന്ത് ആക്റ്റീവ് ആവും. ഫസ്റ്റ് കിട്ടുന്നതിലുപരി അവർ ആക്റ്റീവ് ആവും. അത് കൊണ്ടുവരാൻ ശ്രമിച്ചു, സക്സസ്ഫുള്ളായി. അതിലെനിക്ക് അഭിമാനമുണ്ട്. ഡാൻസ് ടീച്ചർ എന്ന പേരിലുപരി ഒരു കലാകാരി എന്നുള്ള രീതിയിൽ വളരെ അഭിമാനമുണ്ട്. ഇന്നും അറിയുന്ന കുറേ പേര് ഇന്നും അതുകൊണ്ടാണ് ജഡ്ജ്മെൻറ്റ് പാനലിലേക്ക് വിളിക്കുക പോലും ചെയ്യുന്നത്. ഇത് കൂടുതൽ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യം എനിക്ക് കിട്ടി. സത്യമായിട്ടുള്ള കാര്യമാണ്. മതിയല്ലോ, എൻ്റെ ഗുരുക്കന്മാർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. രേണുക ടീച്ചറിൻ്റെ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ജഡ്ജ്മെൻറ്റിൽ തന്നെ കൈകൊട്ടിക്കളിയിൽ ഒരു കുട്ടിയോട് കാണിക്കുന്ന പോലെ തന്നെ ഭയങ്കര ആസ്വദിച്ച് അവരെ ഭയങ്കര കംഫർട്ട് ആക്കുന്ന പോലെ ടീച്ചറിന്റെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും ടെൻഷൻ തോന്നത്തില്ല. ചിരിച്ച് ആ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് കാണുമ്പോൾ നമുക്കും ചിരി വരും. ഹിമ, എനിക്കറിയാം, തൃശ്ശൂരുള്ള ഹിമ, ആ മോള് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ എൻ്റെ ഫസ്റ്റുള്ളത്. തൃശ്ശൂർ ജില്ലയിൽ ആദ്യമായിട്ട് വരും ഞാൻ. നല്ല ആ ടീമും ഒന്നൊന്നര ടീമാണ്. ഹിമയാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്, ഹിമ സുനിൽ. ഞാൻ അതുമാത്രമല്ല, ഞാൻ ഇന്ന് തൃശ്ശൂർ എവിടെ കാല് കുത്തുന്നുണ്ടെങ്കിലും ഞാൻ ആ മോളെ വിളിക്കും. അതുപോലെ കൃഷ്ണ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. ഇവരൊക്കെ ഞാൻ വിളിക്കും. കാരണം ബേസിക്കലി അവരൊന്നും മത്സരത്തിന് വേണ്ടി പോകുന്ന കുട്ടികളല്ല. കാരണം ഒരു പ്രോഗ്രാം ഉണ്ട്, ഇപ്പോൾ നക്ഷത്ര അങ്ങനെയൊക്കെ ടീമുകളൊക്കെ ഇല്ലേ, അലിങ്ങിലമ്മ ഇവരൊക്കെ ഉള്ള പോലെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. അപ്പോൾ അവരുടെ വാർഷികത്തോടനുബന്ധിച്ച് വിളിച്ചു. അന്ന് എന്താ പറയുക, എനിക്ക് എല്ലാവരെയും കോണ്ടാക്റ്റ് ഇല്ല. യൂട്യൂബിൽ ചാനലിൽ എല്ലാവരും എനിക്കറിയില്ല. എന്നാലും എനിക്കിഷ്ടപ്പെടുന്ന എന്നെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പേരുണ്ട്. രാജീവേട്ടൻ, ശ്യാമേട്ടൻ, ഇവരൊക്കെ എന്ന് വെച്ചാൽ വളരെ, അതുപോലെ സാജൻ അറിയായിരിക്കും, സാജൻ ആലഞ്ചേരി, ഇവരൊക്കെ ഫിനിക്സ്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവരൊക്കെ ഡീപ്പുകളാണ് വളരെ. കാരണം നമ്മളും എല്ലാം തികഞ്ഞവരല്ലല്ലോ. തെറ്റ് കാണുമ്പോൾ തിരുത്തി തരുന്നവരല്ലേ, അവരെ നമ്മൾ അംഗീകരിക്കാൻ വേണം. എൻ്റെ ഡ്രസ്സിങ്ങിൽ പോലും എന്തെങ്കിലും ഒരു ഫോൾട്ട് വരേണ്ട ടീച്ചറെ അതൊന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെയുള്ളവരെ നമ്മൾ കൈയടിച്ച്, എന്താ പറയുക, കൈയടിക്കല്ല, അവർ പറയുന്ന കേൾക്കണം. നല്ല വിജയം. ഇപ്പോൾ അഭിരാമി അല്ലേ, അഭിരാമി എന്നോട് പറയുന്ന ടീച്ചറെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക, ടീച്ചർ ഇങ്ങനെ ഡിമ്മാവില്ല. അത് ഞാൻ കേട്ടില്ലെങ്കിൽ അഭിരാമിക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ
ആ രീതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തവരാണ് ഇവരൊക്കെ. അപ്പോൾ ഹിമയുടെ ആ പരിപാടിക്ക് അവിടെ എത്തിയ സമയത്ത് ഒരുപാട് ടീമുകൾ ഇവളെന്നെ വീട്ടിലേക്ക് പോലും കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ അയ്യോ ടീച്ചറെ പിന്നെ ഞങ്ങൾ വലിയ ആളല്ലേ, അപ്പോൾ എന്നെ വീട്ടിലേക്ക് ഇങ്ങനെ, നമ്മളെ വീട്ടിലും ചെറിയ വീടാ. പക്ഷേ ആ മോള് തന്ന ആ ഒറ്റ ഒരു വർക്കിലാണ് രേണുക ടീച്ചറെ ഇന്ന് എല്ലാവരും കേരളം മുഴുവൻ മൊത്തം അറിയുന്നത് ഹിമ സുനിൽ എന്ന് പറയുന്ന മോളൂട്ടി തന്ന ഒറ്റ ഒരു കാര്യത്തിലാണ് രേണുക ടീച്ചറെ മുഴുവനായിട്ട്. മാത്രമല്ല എല്ലാവരുടെയും ധാരണ എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് പെർഫോം ചെയ്യുന്നുണ്ട് അവസാനം, ഇത് നമ്മൾ പഠിച്ചു വെച്ചിട്ട് കളിക്കുന്നതാണ് എന്നുള്ളൊരു ധാരണയാണ്. അന്ന് ശരിക്കും എല്ലാ ചാനൽ ടീമുകൾക്കും മനസ്സിലായിട്ടുണ്ട് ഞാൻ പഠിച്ചിട്ടല്ല, കുട്ടികളവിടെ നിന്ന് അവർ എനിക്ക് ദൈവം സഹായിച്ചിട്ട് ദൈവം അറിഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ്. ഏത് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിലും 100% എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റലുണ്ട്. 100% ഇതുവരെ ചെയ്യാൻ പറ്റില്ല, എന്നാലും 90% ഒരു ടീമിൻ്റെ കൂടെ ചെയ്ത് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് കാണികൾക്ക്, അവിടെ കാണുന്ന കാണികൾക്കും ഇഷ്ടപ്പെടലുണ്ട്, അതുപോലെ ടീമുകൾക്കും. കാരണം ഇത് അറിയുന്ന ടീച്ചറാണ്, പ്രസംഗിക്കാൻ മാത്രം അറിയുന്ന ടീച്ചറല്ല. ഏത് സ്റ്റെപ്പും പിന്നെ അറിയാത്ത ചിലവരുണ്ട്, അവരെന്ത് ചെയ്യും, ഓ ടീച്ചറെ കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈ പരിപാടി നടത്തിയിട്ടുണ്ടാവുക, അല്ലേ ഇന്ന ആൾക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ട്രോളും. പിന്നെയോ അന്നത്തെ തന്നെ ഇപ്പം മോള് പറഞ്ഞ പരിപാടി 5 മണി ആ പാട്ട് ആ കുട്ടികളോട് നിന്ന് കളിക്കുമ്പോൾ ഞാൻ തലയാട്ടുന്ന സമയത്ത് എൻ്റെ അടുത്ത് 2 കുട്ടികൾ നിന്നിട്ടുണ്ടായിരുന്നു, ഒരു മല്ലു റാപ്പേഴ്സ് അല്ലേ, പാവം കുട്ടികളാണ്. അവരെന്നോട് അവർ ജഡ്ജസ് അല്ലായിരുന്നു. ഇന്നും എല്ലാവരുടെയും തെറ്റിദ്ധാരണ അവർ ജഡ്ജസ് ആണ്. അവർ ജഡ്ജസ് അല്ല, അവരവിടെ ഗസ്റ്റായി വന്ന കുട്ടികളാണ്. അപ്പോൾ ഗസ്റ്റായിട്ട് മാത്രമല്ല അവരന്ന് ഫ്രീ ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവിടെ ഇങ്ങനെ നിൽക്കുന്നു, എന്തിൻ്റെ ആവശ്യം. ഞാൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കടോ. അന്നേരം അയ്യോ ടീച്ചർക്ക് തെറ്റിപ്പോയില്ല ആളെന്ന്. ഞാൻ അങ്ങനെ തെറ്റുന്ന ഒരാളെന്നല്ല, നിങ്ങളെല്ലാം ആരും വന്നു തന്നു കഴിഞ്ഞാലും എൻ്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്യും. അപ്പോൾ മക്കളാടി ഇരുന്നു, അവർ കൂളാ. ഒരു ജഡ്ജായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ജാടയിൽ ഇന്നാളോട് മിണ്ടിക്കൂടായിക്കൊന്നുമില്ല, അവർ കൂളായിട്ടിരിക്കുന്നു, ഞാൻ കൂളായിട്ടിരിക്കുന്നു. പക്ഷേ എങ്കിൽ എൻ്റെ കണ്ണിൻ്റെ ഓരോ മൂമെൻറ്റ്സും അതൊക്കെ ഓരോരുത്തർ ഒപ്പിയെടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എൻ്റെ മകനെ പോലും ഉള്ള സമയത്ത് എൻ്റെ അടുത്തിരുത്തി കഴിഞ്ഞാൽ ഞാൻ കൈ ഇങ്ങനെ പിടിക്കുന്നല്ലാതെ അവനിങ്ങനെ നോക്കില്ല. അവൻ എന്നോട് സംസാരിക്കുമ്പോൾ പോലും നോട്ടം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ചെയ്യാം. പക്ഷേ കാണികൾ വേറെ രീതിയിൽ അതെടുത്തു. പക്ഷെ അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായി, ഫേമസ് ആയി. കുറേ പേര് പല വിമർശനവും പറയുന്നുണ്ട്, പക്ഷെ എനിക്കതൊന്നും ഇഷ്ടമില്ല. കാരണം ഞാൻ ഒന്നിനും എന്താ പറയുക തെറ്റായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ടെൻഷൻ വേണം, തെറ്റായിട്ടൊന്നും പിന്നെ ചിലവർ പറയുന്നുണ്ട് ടീച്ചറല്ലേ, ടീച്ചറായിട്ട് എന്താ ഇത്രയും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. എൻ്റെ അമ്മ സത്യം, ഗുരുവായൂരപ്പൻ സത്യം, എൻ്റെ മകൻ സത്യം, ഈ നേരം വരെ ഒരു പരിപാടി സ്ഥലത്തും, അത് ഈ ജഡ്ജ്മെൻറ്റിന് മാത്രമല്ല, കൈകൊട്ടിക്കളിക്ക് മാത്രമല്ല, ജില്ല, സബ് ജില്ല, കേരളോത്സവം, ഏത് ജഡ്ജ്മെൻറ്റിനും അങ്ങോട്ടേക്ക് എനിക്ക് 5000 വേണം, എനിക്ക് 4000 വേണം, AC റൂം വേണം, എന്നാലേ ഞാൻ വരൂ എന്നുള്ള രീതിയിൽ രേണുക എന്നുള്ള ഞാൻ ഇതുവരെ ഒരു തുക ചോദിച്ച് വാങ്ങിയിട്ടില്ല. അത് എല്ലാ കമ്മിറ്റിക്കാർക്കും അറിയാം. അതുമാത്രമല്ല ഏത് പരിപാടി സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിലും എൻ്റെ വക എന്നുള്ള രീതിയിൽ എൻ്റെ മകൻ കൊടുക്കുന്ന ആ ഒരു ഇതിൽ ഏതെങ്കിലും ഒരു ചെറിയ കുട്ടികൾക്ക് എനിക്ക് കിട്ടുന്ന തുകയിൽ നിന്ന്, ഇപ്പോൾ ഒരു 500 രൂപയാണ് കിട്ടുന്നുണ്ടെങ്കിൽ 100 രൂപ ഞാൻ ആ കുട്ടികൾക്ക് കൊടുക്കും. അതെനിക്ക് ശീലമുള്ള കാര്യമാണ്. പക്ഷെ അത് എല്ലാവരെയും മുന്നിൽ രേണുക ടീച്ചർ കൊടുക്കുന്നു എന്നുള്ള രീതിയിലല്ല, വിളിച്ചിട്ട് കൊടുക്കും. അത് കൊടുത്തിരുന്നെങ്കിൽ നെഗറ്റീവ് അതും പറയുന്നുണ്ട് ചിലപ്പോൾ ടീച്ചർ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് എന്ത് ചെയ്യും, അപ്പോൾ കുട്ടികളെ ഇങ്ങനെ ഒരു സന്തോഷമായിരിക്കും. പിന്നെ ചിലവർക്ക് വരെ ബെസ്റ്റ് പെർഫോമർ എന്നുള്ള രീതിയിൽ എൻ്റെ വക കൊടുത്ത് എൻ്റെ പേര് പറയരുത് എന്നുള്ള രീതി പറയും. അത് കമ്മിറ്റിക്കാർക്ക് അറിയുന്ന കാര്യം. അങ്ങനെയാണ് കമ്മിറ്റിക്കാരുടെ കാര്യം പറയുമ്പോൾ ടീച്ചർ ഇതുപോലെ പറഞ്ഞായിരുന്നു, അതായത് കുഞ്ഞു കുട്ടികളും വലിയ കുട്ടികളെയും ഒരുപോലെ കളിപ്പിക്കരുത്, അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. അത് ഏതെങ്കിലും കമ്മിറ്റിക്കാർ അത് പാലിച്ചിട്ടുണ്ട്? പടന്ന കാസർഗോഡ് ജില്ല. അതായത് ഞാൻ 2020 കൊറോണ ടൈമിൽ എൻ്റെ മകൻ്റെ ജനനം 2020. അപ്പോൾ 2020 മുതൽ 2022 വരെ ഞാൻ കുറച്ച് സൈഡാണ്. അപ്പോൾ ആ സമയത്ത് അധികം ഇല്ല, അങ്ങോട്ടൊന്നുമില്ല, ഇങ്ങോട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ ഒരു കൊറോണേൻ്റെ ടൈമിൽ അപ്പോൾ ആരുമില്ല, എല്ലാവരും ഒതുങ്ങിയിരിക്കുന്ന ടൈമാണ് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. കാരണം മരണങ്ങൾ ധാരാളം എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ 2022 ആ ഒരു ടൈമിൽ 22 ആവുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിൽ, സ്ഥലത്തിൻ്റെ പേര് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിത് കുട്ടികൾക്ക്, കാരണം ഓരോ ജില്ലയിലും ഇപ്പോൾ എല്ലാവരും പറയുന്നു കൈകുട്ടിക്കളീനെ കുറിച്ചിട്ട്, പക്ഷേ ഓരോ ജില്ലയിലും കൈകുട്ടിക്കളി വ്യത്യാസമാണ് കേട്ടോ. ആ ടോപ്പിക്കിലേക്ക് പിന്നെ വരാം. അപ്പോൾ അവിടെ പരിപാടീൻ്റെ സമയത്ത് കുറേ അമ്മമാർ
കാരണം കുടുംബശ്രീ ഈ പരിപാടിക്കൊക്കെ ഇവരിങ്ങനെ ചെയ്യുന്നുള്ളൂ. പക്ഷേങ്കിൽ കൈകൊട്ടിക്കളിയുടെ മഹത്വം അതിൻ്റെ സുഖം അറിയാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ സമയത്ത് ഇവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചു. അപ്പോൾ അവിടെ പുരുഷന്മാരുണ്ട്, കുറേ പ്രായമുള്ള ടീമുണ്ട്, അപ്പോൾ കുഞ്ഞുമക്കളുണ്ട്. അപ്പോൾ കുഞ്ഞുമക്കൾക്ക് ഒരിക്കലും ഇവരത്ര എത്തുന്നില്ല. അപ്പോൾ അവർ നിരാശയിലെത്തുന്നു. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, എന്നെങ്കിലും ഒരിക്കൽ കുട്ടികൾക്ക് മാത്രമായി, പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേറെ തന്നെ വെക്കാനല്ല പറയുന്നത്, കുട്ടികൾക്ക് മാത്രമായിട്ട് പരിപാടി വെക്കണമെന്ന്. അപ്പോൾ 2022 23 22 കൃത്യമായിട്ട് ഓർമ്മയില്ല, അന്ന് പറഞ്ഞ വാചകം ഒരു ടീം പടന്ന, കാസർഗോഡ് ജില്ലയിൽ പയ്യന്നൂർ കഴിഞ്ഞ് കാസർഗോഡ് എത്തണ്ട, പയ്യന്നൂർ പടന്ന എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബശ്രീ ടീം, ഇത് ഞാൻ എടുത്തു പറയുന്നു, കുടുംബശ്രീയുടെ ഒരു ടീം. ഷിജിൽ എന്ന് പറയുന്നൊരു കൊച്ച എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരാണ് ഈ ഒരു കാര്യം നോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വൈറൽ ടീച്ചറാണ്. അപ്പോൾ 17 ടീം കൈകൊട്ടിക്കളി ടീം, 17 കൈകൊട്ടിക്കളി ടീം, കുഞ്ഞുമക്കൾ. വലിയ ടീം 7 ടീമേ ഉള്ളൂ, പക്ഷെ കുട്ടികളുടെ ടീം 17 പേര്. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അറിയോ. ഇന്നും ഞാൻ പല സ്ഥലത്തും പറയുന്ന കുട്ടികൾക്ക് വേറെ തന്നെ വെക്ക്, വലിയവർക്ക് വേറെ തന്നെ വെക്ക്. എന്നിട്ട് അതിനെന്ത് ചെയ്യുക, നോക്കാം, അതിൽ 2 സമ്മാനം കൊടുക്കുക, വലിയവർക്ക് 2 സമ്മാനം കൊടുക്കുക, 5 6 സമ്മാനം കൊടുക്കുന്നില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികളും കയറൂലേ. ഗംഭീര മത്സരമായിരുന്നു. ആ കുട്ടികൾ ഉഗ്രം ഉജ്ജ്വല, ഏതോ മഴവിൽ മനോരമ ആ പരിപാടിയിലൊക്കെ കയറിയിട്ടുണ്ട്. വളരെ സന്തോഷം. കഴിഞ്ഞ ദിവസം എന്നെ തൃശ്ശൂരല്ലേ ഒരു ടീമിലെ ഒരു കുട്ടി എന്നോട് പറഞ്ഞ, ടീച്ചറെ അടുത്ത തവണ നമ്മളെ നാട്ടിൽ ഇതുപോലെ ഒരു പരിപാടി വെക്കാൻ വേണ്ടിയിട്ട് ടീച്ചറൊന്ന് പറയൂ, എന്നാൽ നമുക്കും ജയിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ ഞാൻ അതും കൂടി പറഞ്ഞേക്കാം, എല്ലാ ജില്ലയിലും കുഞ്ഞുമക്കൾക്കും വേണ്ടിയിട്ട് വേറെ തന്നെ പരിപാടി വെക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറയുന്നു, അത് സന്തോഷമുള്ള കാര്യം. ടീച്ചർ എങ്ങനെയാണ് ഈ കൈകൊട്ടിക്കളിയിലേക്ക് എത്തുന്നത്? ഒരു ക്ലാസിക്കൽ ഡാൻസറിൽ നിന്ന് എങ്ങനെ കൈകൊട്ടിക്കളിയിലേക്ക് വന്നു? ഗുഡ്. ഫസ്റ്റ് ചോദിക്കേണ്ടിയായിരുന്നു, എന്നാലും നീ ചോദിച്ചു, കൊള്ളാം. ഞാൻ ആദ്യം പ്രതീക്ഷിച്ച ഒരു ചോദ്യമായത്. കാരണം ഡാൻസർ ആണോ, കാരണം അറിയില്ലല്ലോ. ടീച്ചർ എന്നുള്ള പേര് എല്ലാവരും ജനിക്കുമ്പം തന്നെ ടീച്ചർ എന്നുള്ള പേരും കൊണ്ടാണോ വന്ന് എന്നുള്ളൊരു ക്യാപ്ഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനല്ല വായിച്ചത്, ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കളാണ് ഇത് നോട്ട് ചെയ്തിട്ട്, ടീച്ചറെ ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്, ടീച്ചർ റിയാക്ട് ചെയ്യും. ഒരിക്കലുമില്ല, ചോദിച്ച ചോദ്യം കറക്റ്റാണ്. എല്ലാവരും ടീച്ചർ 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 എന്ന് വിളിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ്, എന്ത് ടീച്ചർ കൊണ്ടും രേണുക ടീച്ചർ ആ ലേബലിന് അർഹയാണ്. താങ്ക് യു, വലിയ സന്തോഷം. അതാണ് റിയലി താങ്ക്സ്, ഇതാണ് യഥാർത്ഥ ടീച്ചർ. വലിയ സന്തോഷം, അത് കേൾക്കുമ്പോൾ തന്നെ വളരെ സന്തോഷം. കാരണം പറയുന്നവരിൽ എന്നെ നെഗറ്റീവ് കമൻ്റ് അടിച്ച് ഒരു 8 ആൾ, പേര് ഞാൻ പറയില്ല, 8 പേര് എന്നെ നേരിട്ട് കണ്ടിട്ട് എന്നാ അവർ പറഞ്ഞു, ടീച്ചറെ നമ്മൾ ടീച്ചറെ ആക്കാൻ വേണ്ടി വന്നതാണ്, പക്ഷേ ഇതുവരെ അയച്ച മെസ്സേജിന് പോലും ടീച്ചറെ സോറി അന്ന് എന്ന് പറഞ്ഞ് ഇന്നും FB, ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മോശം, വളരെ കമ്പനിയായിട്ട് ടീച്ചർ അടുത്ത പരിപാടി ഏതാ നമ്മൾ വരാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവരിത് പറയാനും കാരണം, മോളിപ്പോൾ ചോദിച്ചു എങ്ങനെയാണ് ടീച്ചർ കൈകൊട്ടിക്കളിയിലേക്ക് വന്നതെന്ന്. അപ്പോൾ എൻ്റെ ഒരു ഗുരുവുണ്ട്, ഹിന്ദി അധ്യാപകനാണ്, ജയരാജൻ എന്ന പേര്. അപ്പോൾ മാഷ് അത്യാവശ്യം ജഡ്ജ്മെൻറ്റിനൊക്കെ ഇപ്രാവശ്യത്തെ മികച്ച നാടക നടനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ എന്നെ ഒരു തവണ ജഡ്ജ്മെൻറ്റിന് വിളിച്ചു, മോളെ നീ ഞാൻ നാടൻ പാട്ട് പാടുന്നു, ഡാൻസ് ചെയ്യുന്നു, എല്ലാം ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു കൈകൊട്ടിക്കളി മത്സരം നടക്കുന്നുണ്ട്, അപ്പോൾ മോളൊന്ന് വരുമോ? കൈകൊട്ടിക്കളി എന്ന സംഭവം എനിക്ക് തിരിയുന്നില്ലല്ലോ മാഷെ, എനക്കൊന്നും അറിയില്ല. എല്ലാം മോളെ നീ വന്നാൽ മതി, ഞാൻ എല്ലാം നോക്കിക്കോളാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡ്രൈവിങ് അറിയില്ല, മോള് ഡ്രൈവ് ചെയ്താൽ എനിക്കൊരു ഹെൽപ്പായിരിക്കും. ഞാൻ പറഞ്ഞു, മാഷെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം മുട്ടും. നീ ഡാൻസറല്ലേ, നീ എങ്ങനെ ഉത്തരം മുട്ടുക? പറഞ്ഞാൽ ഡാൻസറാണ്, പക്ഷെ എന്നാലും ഒന്നുമില്ല, നിനക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, കണ്ണൂർ ജില്ലയാണ്. അപ്പം ഞാൻ മാഷയുടെ കൂടെ പോയി. നല്ല സെറ്റ്. അതായത് ഞങ്ങളുടെ നാട്ടിലില്ലേ പറയുന്ന കണ്ണൂരുള്ളത്, തിരുവാതിര കൊടുക്കുന്ന പോലെ ആ ഡ്രസ്സ് ഉണ്ട്, എൻ്റെ കയ്യിൽ ഫോട്ടോസും ഉണ്ട്. ചിലപ്പോൾ ആൾ ഇവിടെ എന്ത് ഇൻ്റർവ്യൂ ചെയ്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഫോട്ടോ ഒന്ന് അയച്ചു തരാം. അപ്പോൾ തിരുവാതിര കൊടുക്കുന്ന പോലെ സാരി ഉടുത്ത്, നല്ല എന്താ പഫ് കൈ ബ്ലൗസ് കൊടുത്ത്, മുടി മടഞ്ഞിട്ട്, മുല്ലപ്പൂവും വെച്ച്, ശരിയായ തിരുവാതിര എന്ന് തന്നെ പറയാം. പക്ഷെ കൈകൊട്ടിക്കളി ഒരിക്കലും തിരുവാതിര അല്ല. ആ രീതിയിലാണ് അന്നൊരു ടീം. ഏതാണെന്നറിയാം, ഫണി ഗണമണിയുന്ന പരമേശൻ തനയന ഗണപതി തുണ ചെയ്യാൻ പ്രണമിക്കുന്നേത് സ്തുതിയ തിരുവാതിരയുടെ. ഇത് വെച്ച് പെട്ടെന്ന് എടുക്കുന്ന വരത്തൻ്റെ പം കൊടുത്തു ചാടിയ തങ്കമ്മേ ഈ പാട്ട് കൊടുത്ത് തുള്ളുന്നു. അപ്പം ഞാൻ വെച്ചേ ഇതാണോ കൈകൊട്ടിക്കളി? അപ്പോൾ
ഇപ്പോൾ അഭിരാമിക്ക് ചിരി വരുന്നില്ലേ, ഓട്ടോമാറ്റിക്കലി അന്നേരക്ക് ചിരി വന്നു പോയി. പക്ഷേ ഞാൻ മാഷ അവിടുന്ന് നോക്കുന്ന മാഷ് വളരെയധികം എൻജോയ് ചെയ്യുന്നു. ഇതാണ് കൈകൊട്ടിക്കളി ഭഗവാനെ. അപ്പോൾ തിരിയുന്നില്ല. അപ്പം അവസാനം ഒരു ടീം വന്നു, അന്നത്തെ അഡോട്ട് എന്ന് പറയുന്ന ടീം. ഇന്നത്തെ വളരെ ടിപ് ടോപ്പ് ടീം അഡോട്ട് എന്ന് അല്ല സോറി വെളുത്തു അങ്ങനെ എന്തോ, ഇന്ന് അഡോട്ട് എന്നാണ് ആ ടീമിൻ്റെ, അന്നത്തെ അറിയില്ല. ടീം വന്നു. അയ്യോ എൻ്റെ മോളെ രക്ഷയില്ല. അതായത് മുട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു ഇത്തിരി താത്തി ഉടുത്ത് നല്ല അടിപൊളിയായിട്ട് എന്ന് പറയുന്ന പോലെ സെറ്റ് മുണ്ട് കൊടുക്കൂലേ, ആ സെറ്റ് മുണ്ടിലെടുത്ത് മുടി നല്ല കെട്ടി ഒത്ത രീതിയിൽ ഒരേ ചുവട്, കൊട്ടുണ്ട്, വീശിയടിയുണ്ട്, അന്നെനിക്ക് ഭൂമി സ്പർശം അറിയില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് പറയില്ലേ, അവർ കൈ താഴത്തേക്ക് കുത്തുന്നു. അപ്പോൾ ഭൂമിനെയാണ് തൊടുന്നത്. അപ്പോൾ അത് ഭൂമി തൊടലാണ് എന്നറിയാം, സ്പർശം എന്നുള്ള രീതിയിൽ അറിയില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഭൂമി സ്പർശം മാഷോടും കൂടി. പിന്നെയോ കൊട്ടുന്നു, വീശിയടിക്കുന്നു. അപ്പോൾ വീശിയടിക്കുന്നുണ്ടല്ലോ. പിന്നെ ഒരു ഡാൻസർക്ക് അറിയുന്നതാണ് കണ്ണിൻ്റെ നോട്ടം. പക്ഷേ അന്ന് കളിച്ച സമയത്ത് അതിൽ മുദ്രയൊക്കെ ഉണ്ട്. ഓക്കെ, പതാക ഉൾപ്പെടെയുള്ള മുദ്രയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പിടിക്കുന്നുണ്ട്, ഇങ്ങനെ പിടിക്കുന്നുണ്ട്, കപിത്തം ഒക്കെ പിടിക്കുന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ കളിച്ചത് അവർ മാത്രമാണ്. അന്നാണ് എൻ്റെ ആദ്യ തുടക്കം കൈകൊട്ടിക്കളി. പക്ഷേ ജയരാജൻ മാഷ് എനിക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ കൈകൊട്ടിക്കളിയെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടില്ല. ആ ഒരു കൈകൊട്ടിക്കളി അന്ന് ഇരുന്നതിന് ശേഷം യൂട്യൂബ് സെർച്ച് ചെയ്യാൻ ചോദിച്ചാൽ എനിക്ക് അന്ന് യൂട്യൂബ് അറിയില്ല. സത്യം പറയുന്നതല്ല, ഇന്ന് ഇൻസ്റ്റാഗ്രാം അറിയുന്നത് ഇന്ന് എൻ്റെ കൂടെ വന്ന 2-3 മക്കളുണ്ട്. ഇവരൊക്കെയാണ് എന്നെ ഇൻസ്റ്റാഗ്രാം എന്താണെന്ന് പറഞ്ഞു തന്നത്. അത്ര പോലും എനിക്കറിയാൻ പാടില്ല പറയുന്നതിൽ എന്താ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ഫുൾ സപ്പോർട്ടീവായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ബിനോയ് എന്ന പേര്. അദ്ദേഹം ഫുൾ സപ്പോർട്ടീവാണ്. എന്ത് പറയുന്ന സമയത്ത് അവൻ പറഞ്ഞോട്ടെ, ഒരു കുഴപ്പമില്ല, നീ ഓക്കെ അല്ലേ, ഓക്കെ ആണെന്ന് പറയും. അപ്പോൾ അങ്ങേര് കല്യാണം കഴിഞ്ഞില്ല അന്ന്. അങ്ങേര് എൻ്റെ നെയ്ബറായിരുന്നു, ഇഷ്ടമാണ്, ഞങ്ങൾ ഭയങ്കര ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് കൈകൊട്ടിക്കളീനെ കുറിച്ച് പഠിക്ക്, ഇനി എവിടെ പോയിട്ടാണ് പഠിക്കണ്ടേ. ഡാൻസ് കണ്ട് ഇഷ്ടപ്പെട്ടതാണോ? അല്ല, എനിക്ക് ഈ സാരി എടുത്ത് പോകുന്ന കൂടാതെ എനിക്ക് റൈഡിങ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. ബുള്ളറ്റൊക്കെ എടുക്കുന്നതാണ്. അപ്പോൾ രാത്രി സമയത്ത് ഇതെടുത്തിട്ടൊരു കറക്കമുണ്ട്. അങ്ങനെ കണ്ടുകൂട്ടി. അത് വേറൊരു സ്റ്റോറിയാണ്. ഇപ്പം ഇതൊന്ന് കഴിച്ചിട്ട് ഞാനത് പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എവിടെ പോയിട്ട് സെർച്ച് ചെയ്യാമെന്നറിയില്ല. അപ്പോൾ എന്നോട് ബിനോയ് പറഞ്ഞു ഒരു കാര്യം. ബിനോയ് എന്ന അദ്ദേഹത്തിൻ്റെ പേര്. എന്നോട് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഇഷ്ടം പോലെ ഡാൻസേഴ്സ് ഫ്രണ്ട്സ് ഇല്ലേ, അവരോട് ചോദിക്കും എന്ത് കൈകൊട്ടിക്കളി. തിരുവാതിര എല്ലാവർക്കും അറിയാം, മാർഗംകളി അറിയാം, ഒപ്പന അറിയാം, കൈകൊട്ടിക്കളീനെ കുറിച്ച് അറിയില്ല. ഞാൻ ഓരോ ജില്ലയിൽ പോയിട്ട്, കാരണം കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ കാസർഗോഡ് ജില്ല തപ്പി. അപ്പോൾ അവിടെ കൈകൊട്ടിക്കളി നടക്കുന്നുണ്ട്. എറണാകുളം വന്നു, കണ്ടു, മനസ്സിലാക്കി. തിരുവനന്തപുരം വരെ ഒറ്റക്ക് പോകാൻ എവിടെയാണെന്ന് അറിയാണ്ട് പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരിക്കൽ ഡാൻസിങ് മൂമെൻറ്റ്സ് എന്ന് പറയുന്ന എറണാകുളത്തെ ഫേമസ് ആയിട്ടുള്ള ടീമുണ്ട്, ഡാൻസിങ് മൂമെൻറ്റ്സ്. അതുപോലെ കലാഭവൻ പ്രമോദേട്ടൻ്റെ ഒരു ടീമുണ്ട്. അപ്പോൾ ഞാൻ FFKയിൽ മെമ്പർഷിപ്പ് ഉള്ള ആളാണ്, കൊറിയോഗ്രാഫിയും ചെയ്യലുണ്ട് അത്യാവശ്യം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ശരിയായ കൈകൊട്ടിക്കളി ടീമിൻ്റെ പെർഫോമൻസ് നേരിട്ട് കാണാൻ വേണ്ടി പറ്റി. ശരിയായ രീതിയിൽ. അത് എറണാകുളത്തെ അന്ന് മുതൽ എനിക്ക് ഒരുമാതിരി പ്രാന്താണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇത് കണ്ടതിന് ശേഷം ആ സ്റ്റെപ്പ് മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട്, യൂട്യൂബിൽ നിന്നല്ല, അത് എടുത്തുകൊണ്ട് എന്ത് ചെയ്ത് വീട്ടിൽ എൻ്റെ ചുറ്റുവട്ടത്തുള്ള പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ് പോയി മനസ്സിലാക്കിയിട്ട്, യൂട്യൂബ് സെർച്ച് ചെയ്തില്ല, പോയി മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഓരോ ജില്ലകളുടെ സ്റ്റൈലും മനസ്സിലായി. പിന്നെ കൈകൊട്ടിക്കളി കുറേ സ്റ്റേജിൽ കളിച്ചു. വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. എൻ്റെ നാട്ടിലെ എൻ്റെ സ്കൂളുകളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് തന്നെ കളിച്ചു. പിന്നെ കുറേ ഈ കുട്ടികൾ ഉൾപ്പെടെ കോമ്പറ്റീഷനിൽ കയറ്റുമ്പോൾ തന്നെ സ്റ്റെപ്പിൽ വൈവിധ്യം. ടീമുകളിലെ ഇത് കിടത്തിയ പിള്ളേരല്ലോ, ഫസ്റ്റ് അവരെ അടിക്കുന്നുള്ളൂ. ഇവരെ തോൽപ്പിക്കാൻ വേറെ ഉള്ളവർ വരുന്നില്ല, കാരണം ഗേൾസ് ബോയ്സിൻ്റെ പവറിൽ അടിക്കുന്നു. അപ്പോൾ ഇവർ കളിക്കുന്നിടത്ത് എനിക്ക് ജഡ്ജായിട്ടിരിക്കാൻ വേണ്ടി പറ്റൂലല്ലോ. അങ്ങനെ ഇരുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഒരു തവണ ഭയങ്കര ഒരു ടൈ വന്നു. അത് ഇവരെനിക്ക് തന്ന പണിയാണ്, എൻ്റെ മക്കളെ എനിക്ക് തന്ന പണിയാണ്. ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് ഞാൻ പഠിപ്പിച്ച ടീം നന്നായി കളിച്ചു. പക്ഷെ ഞാൻ പഠിപ്പിച്ചെന്ന് വന്നിട്ട് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ ഇരുന്ന സ്ഥലത്ത് എന്നോട് പറയാതെ ആ കമ്മിറ്റിക്കാരെന്ത് ചെയ്ത് അവിടെ വന്നിരുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ കയ്യിലും തെറ്റാണ്, ഞാനാണ് അവിടെ ജഡ്ജായി ഇരിക്കുന്നത് പറഞ്ഞില്ല. അപ്പോൾ പോയിരുന്ന് ഏകദേശം നല്ല ടൈറ്റ് മത്സരം, ഒന്നും പറയാനില്ല. കാസർഗോഡ് ശ്രീപാർവതി എന്ന് പറയുന്ന ടീം അറിയായിരിക്കും, ശ്രീപാർവതി, അങ്ങനെ കുറേ ടീമുകൾ. ഇവർ വന്നു, അതിൻ്റെ ഇടയിൽ ഈ കുട്ടികളും വന്നു, എല്ലാം കളിച്ചു. അപ്പോൾ ഓൾറെഡി അറിയാം ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. കുട്ടികൾ നന്നായിട്ട് കളിച്ചു. അപ്പോൾ ഞാൻ മാത്രമല്ല ജഡ്ജ്, വേറെ 2 പേരും. ഫസ്റ്റ് വേറെ ടീമിന്, സെക്കൻഡ് വേറെ ടീമിന്, തേർഡ് അടിച്ച് ഈ കുട്ടിക്ക്. ഞാൻ മാർക്ക് കിട്ടിയിട്ടില്ല, ഞാൻ അരമാർക്ക് കുറക്കുകയാണ് ചെയ്തത്, കാരണം എന്തായാലും ഇഷ്യൂ. പക്ഷേ 3 പേരുടെയും മാർക്ക് ടാലി ചെയ്തിട്ട് ഇടുക. പക്ഷേ
3 പേരുടെയും ടാലി ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവർക്ക് വന്നു. കുറ്റക്കാരി ഞാനായി മാറും. പക്ഷെ അവർക്കാർക്കും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ മക്കളോട് പറഞ്ഞു, അത് നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല, തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ ഒരിക്കലും എന്താ പറയുക, ഒരു ടീമിനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇരിക്കാൻ വേണ്ടി പാടില്ല. ഞാനത് അംഗീകരിക്കുന്നില്ല, ഒട്ടും അംഗീകരിക്കുകയില്ല, ആരായാലും അംഗീകരിക്കും. അങ്ങനെ സിറ്റുവേഷൻ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? സത്യസന്ധമായിട്ട് അങ്ങ് ചെയ്തേക്കണം, വളരെ സത്യസന്ധമായിട്ട്. മറ്റുള്ളവർ പറയുകയാണെങ്കിൽ അതിന് വേറെ വോയിസ് ഇല്ല. ഇപ്പൊ അവർക്ക് ഫസ്റ്റ് അടിച്ചാൽ തന്നെ വലിയൊരു പ്രശ്നം വരും, കാരണം സ്വന്തം ടീച്ചർ ഇരിക്കുന്നത്. തീർച്ചയായും. പിന്നെ അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനാണ് നോക്കണ്ടേ. എന്തോ എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ അന്ന് ഒരു പക്ഷേ ഈ കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അന്ന് ഇഷ്യൂ ആക്കായിരുന്നു. എന്തുകൊണ്ട് ടീച്ചർ തന്നില്ല, ടീച്ചറുടെ സ്റ്റെപ്പല്ലേ. പക്ഷേ അതിലൊരു കുട്ടി പതറിപ്പോയി കളിച്ച സമയത്ത്. എനിക്ക് പറയാമായിരുന്നു, മക്കളെ ഞാൻ ഇന്ന സ്ഥലത്ത് ജഡ്ജായിട്ടിരിക്കുന്നു. ഞാനും പറഞ്ഞില്ല, ആ കുട്ടികളവിടെ കളിക്കുന്ന കാര്യം അവരും പറഞ്ഞില്ല. ഇത് മറ്റുള്ളവർക്ക് അറിയില്ല. പക്ഷേ മോള് പറഞ്ഞ പോലെ, അഭിരാമി പറഞ്ഞ പോലെ അവിടെ ഫസ്റ്റായി അവർ വന്നിട്ടുണ്ടെങ്കിൽ കാര്യം പോയി. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായി, ദൈവം അവിടെ രക്ഷിച്ചു. ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്ന പോലെ. അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ നന്നായി ശ്രദ്ധിച്ചിട്ടേ ഇരിക്കുള്ളൂ.